എല്ലാവർക്കും സ്വാഗതം. ജ്യേഷ്ഠാവകാശം വിറ്റ ഏശാവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കാം. അതിങ്ങനെയാണ്. ഒരു ദിവസം വേട്ട കഴിഞ്ഞ് തളർന്ന് വിശന്ന് വലഞ്ഞാണ് ഏശാവ് വീട്ടിൽ തിരിച്ചെത്തിയത്. അപ്പോൾ അനിയനായ യാക്കോബ് ചുവന്ന പായസം വെക്കുകയായിരുന്നു. വിശപ്പ് സഹിക്കാനാവാതെ ഏശാവ് പായസത്തിനായി യാക്കോബിനോട് കെഞ്ചി. എന്നാൽ ആഹാരം നൽകുന്നതിന് പകരമായി ഏശാവ് ജ്യേഷ്ഠാവകാശം തനിക്ക് നൽകണമെന്ന് യാക്കോബ് ആവശ്യപ്പെട്ടു. പെട്ടെന്നുള്ള വിശപ്പിൽ ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിനെന്ന് പറഞ്ഞ് ഏശാവ് ജ്യേഷ്ഠാവകാശം യാക്കോബിന് വിറ്റു. അവൻ അപ്പവും പായസവും കഴിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഈ ബൈബിളിലെ സംഭവ കഥ നാം കേട്ടിരിക്കാൻ വഴിയുണ്ട്. എന്നാൽ എന്നെ ചിന്തിപ്പിച്ചത്, എന്നാലും ഏശാവിനെ ആകർഷിപ്പിച്ച ആ ചുവന്ന പായസം ഏതാണെന്നായിരുന്നു. എൻ്റെ അന്വേഷണത്തിന് ഒടുവിൽ കണ്ടെത്തി. ഇനി ആരും കണ്ടില്ല എന്ന് പറയരുത്. അത് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ബൈബിൾ എഴുതിയ കാലത്ത് മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ ഉണ്ടാക്കിയിരുന്ന ലെന്റിൻ സ്റ്റൂ എന്ന് പറയുന്ന പയറോ പരിപ്പോ വളരെ നേരം വേവിച്ച് കട്ടിയാക്കി എടുക്കുന്നൊരു ഭക്ഷണമാണ്. മാത്രമല്ല അത് ചുമന്ന നിറത്തിലുള്ളതും ആയിരുന്നു. ഈ ഒരു സംഭവത്തെ മലയാളത്തിലേക്ക് പരിഭാഷ നടത്തിയപ്പോൾ പരിഭാഷകർ കൊടുത്ത പേരാണ് ചുവന്ന പായസമെന്ന്. എന്നാൽ ഇന്നുള്ള പുതിയ മലയാള പരിഭാഷകളിൽ പയറ് കൊണ്ടുള്ള പായസം, ചുവന്ന പരിപ്പ് കൂട്ടാൻ, പരിപ്പ് കഞ്ഞി എന്നിങ്ങനെ പരിഭാഷപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാം. ഈ കഥ നമുക്ക് തരുന്ന ചില ആത്മീയ സത്യങ്ങളുണ്ട്. താൽക്കാലികമായ ലൗകിക സുഖങ്ങളും ശാശ്വതമായ ആത്മീയ അനുഗ്രഹങ്ങളും തമ്മിൽ തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ മനുഷ്യൻ നടത്തുന്ന വീഴ്ചകളെയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ ഏശാവിന് ലഭിക്കേണ്ടിയിരുന്ന ജ്യേഷ്ഠാവകാശം എന്നത് കേവലം സ്വത്ത് മാത്രമല്ലായിരുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളും കുടുംബത്തിൻ്റെ ആത്മീയ നേതൃത്വവും അനുഗ്രഹവും തലമുറകളിലേക്ക് കൈമാറുന്ന ഒന്നായിരുന്നു അത്. എന്നാൽ ഒരു നേരത്തെ വിശപ്പിനു വേണ്ടി ഏശാവ് ആ വലിയ ഭാഗ്യത്തെ ഉപേക്ഷിച്ചു. അതുകൊണ്ട് ആത്മീയ അനുഗ്രഹങ്ങളിൽ നമ്മൾ വില കുറച്ച് കാണാതെ അതിനുവേണ്ടി വില കൊടുക്കുവാൻ, അതിനുവേണ്ടി നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചിന്തയിൽ വിരമിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.